ആർക്കും ഗുണമില്ലാത്തതായിരുന്നു, എന്നെ ആർക്കും ഒതുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഞാൻ ഒതുങ്ങിയത്, ഞാൻ ദൈവസന്നിധിയിൽ വന്നത്, ഞാൻ ഇന്ന് പ്രയോജനമുള്ള ഒരു ദാസനായി, ഒരു ദാസിയായി ഇരിക്കുന്നത് അവിടത്തേക്ക് എന്നോട് തോന്നിയ കൃപയാ. ദൈവത്തിന്റെ കൃപ എന്താണ്? ആ കൃപ എങ്ങനെയാണ് വ്യർത്ഥമാകുന്നത്? എങ്ങനെ ആ കൃപ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാം? ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഈ വെള്ളിയാഴ്ച പകൽ ഉപവാസ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവമുഖം അന്വേഷിക്കുവാനായി വന്നു ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഞാൻ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം നമുക്ക് എടുക്കാം. 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇന്ന് അല്പസമയ ധ്യാനത്തിനായിട്ട് വായിക്കാം. മൈക്കിൽ വായിക്കണം, ശബ്ദമുയർത്തി വായിക്കാം. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലെ ദൈവസഭയ്ക്ക് നൽകുന്ന വിലപ്പെട്ട പ്രബോധനവാക്യമാണ് നമ്മളിവിടെ കണ്ടത്. ഞാൻ ഇതിൻ്റെ മുഖവരയിലേക്ക്, പശ്ചാത്തലത്തിലേക്ക് ഒന്നും പോകാതെ വേഗത്തിൽ നിങ്ങളോട് പറയാനുള്ളൊരു സന്ദേശത്തിലേക്ക് പോവുകയാണ്. പൗലോസ് പറയുക, നിങ്ങൾക്ക് ദൈവകൃപ ലഭിച്ചിട്ടുണ്ട്. കൊരിന്തിലെ സഭയെ നിങ്ങൾക്ക് കൃപ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം നമ്മൾ ധ്യാനിച്ചു പഠിച്ചു വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടുത്തെ പശ്ചാത്തലം പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. ഇത്രയും കൃപ ലഭിച്ച ഒരു സഭ വേറെയില്ല. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര ദൈവകൃപ ആഴമായി ലഭിച്ചവരാണ്. ഇന്ന് എൻ്റെ മുമ്പിൽ വചനം കേൾക്കാനിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നാം എല്ലാം ദൈവത്തിൽ നിന്ന് അളവറ്റ കൃപ പ്രാപിച്ചിട്ടിരിക്കുന്നവരാ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? സ്തോത്രം. അവൻ്റെ കൃപയാലാണ് ഞാൻ ആയിരിക്കുന്നത്. എൻ്റെ ജീവിതം മുഴുവനും അവൻ്റെ കൃപയാണ്. ഞാൻ അനുഭവിക്കുന്നതെല്ലാം അവൻ്റെ കൃപയാണ്. അതുകൊണ്ട് പൗലോസിനോട് ചേർന്ന് ഒരു വാക്കിൽ പറഞ്ഞാൽ, ഞാനാകുന്നത് കൃപയാലാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസിനെ പ്രബോധിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ എന്താണ്? ആ കൃപ എങ്ങനെയാണ് വ്യർത്ഥമാകുന്നത്? എങ്ങനെ ആ കൃപ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാം? ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഭാഗം സംസാരിക്കുന്നത്. 5-ാം അധ്യായത്തിൽ പൗലോസ് തുടങ്ങുന്നത് തന്നെ, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. വലിയൊരു പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ആരംഭിക്കുന്നത്. ഈ ലോകത്തിൽ ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈ കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് അറിയുന്നു. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ച കൃപയുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് നിത്യതയുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം അവസാനിച്ചാലും, ഇവിടെ എല്ലാം തീർന്നാൽ, അതിനപ്പുറം നിലനിൽക്കുന്ന ഒരു നഗരം, നിലനിൽക്കുന്ന ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ട് എന്ന് അറിയുന്നത് നമ്മുടെ ആത്മജീവിതത്തിൽ എത്ര അനുഗ്രഹമാണ്. വിശ്വസിക്കുന്നവരെ കരങ്ങളെ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 5-ാം വാക്യം സോറി. അതിനായി ഞങ്ങളെ ഒരുക്കിയത് വായിച്ചേ. 5-ാം നോക്കണമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി ഞങ്ങളെ ഒരുക്കിയത്
ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ലഭിച്ച ഏറ്റവും വലിയ കൃപ മറ്റൊരു കൃപയെക്കുറിച്ച് പറയുക. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വരാൻ പോകുന്ന ആ പ്രത്യാശയുടെ പൂർണ്ണതയിലേക്ക്, ആമേൻ, ആ നിത്യഭവനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിൻ്റെ ഉറപ്പായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് തന്നിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ കൃപ. ഇന്ന് പകൽ ആമേൻ ദൈവം നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് എത്ര പേര് നന്ദി പറയും? ആമേൻ. അതിൻ്റെ വിലയെക്കുറിച്ച്, ആമേൻ, അത് നമുക്ക് ലഭിച്ചത് കൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഉറപ്പുള്ള, ആമേൻ, ബോധ്യമുള്ള എത്ര പേര് ഇന്നിവിടെ ഇരിപ്പുണ്ട്? അവൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാം ഞങ്ങൾക്ക് കിട്ടിയത്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല, സമയം നമ്മുടെ മുമ്പിൽ ഇന്ന് അധികമില്ല, അതുകൊണ്ട് വേഗം പറയുക. അപ്പൊ ഇങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിന് കാരണക്കാരൻ ദൈവമാണ്. ദൈവം എങ്ങനെയാണ് ഇത് ചെയ്തത്? തൻ്റെ പുത്രനിലൂടെ നമ്മളെ നിരപ്പിച്ചു. 18-ാമത്തെ വാക്യം വായിക്കാം. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. ഇന്ന് പകൽക്കാലം ഏറ്റവും വലിയ കൃപയാ. പാപികളും ദോഷികളുമായിരുന്ന നമ്മളെ, ആമേ, ദൈവത്തിൽ നകർന്ന നമ്മളെ ദൈവം ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. ഇതിനപ്പുറം ഒരു ത്യാഗം, ഇതിനപ്പുറം ഒരു കൃപ, ഇതിനപ്പുറം അർഹിക്കാത്തൊരു ദാനം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? എത്ര പേര് സ്തോത്രം ചെയ്യുക? നമ്മളെ ദൈവത്തോട് നിരപ്പിക്കാൻ ആമേ തൻ്റെ പുത്രനെ നമ്മുടെ ഇടയിൽ ആമേ നമുക്ക് വേണ്ടി അയച്ചു. സ്തോത്രം. എന്നിട്ട് ആമൻ 5-ാം അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ആമൻ ഇങ്ങനെ പറയുന്നു: പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ടുള്ള ദൈവകുഞ്ഞാട് നിൽക്കുന്ന നിലയെക്കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. പാപമറിയാത്തവൻ്റെ മേൽ പാപത്തിൻ്റെ ഭാരം മുഴുവനും ചുമത്തി നമുക്ക് വേണ്ടി പാപം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ദൈവകുഞ്ഞാടിനെ കണ്ടിട്ട് പൗലോസ് പറയുക, ഇതാണ് നിങ്ങൾക്ക് ലഭിച്ച ഭയങ്കര കൃപ. എത്ര പേര് ഇന്ന് പകൽക്കാലം നന്ദിയോടെ സ്തോത്രം ചെയ്യും? സ്തോത്രം. അത് പൂർണ്ണമാകണമെങ്കിൽ 17-ാം വാക്യം കൂടെ പറയണം. 17-ാം വാക്യത്തിൽ പറയുന്ന, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഇന്ന് പകൽ നമ്മുടെ പഴയ സ്വഭാവത്തെ മാറ്റി, ആമേൻ, നമ്മുടെ ജഡ സ്വഭാവത്തെ ഉരിഞ്ഞു കളഞ്ഞ് നമ്മളെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാക്കി നിർത്താൻ പാപമറിയാത്തവനെ, ആമേൻ, നമ്മുടെ പാപം ചുമന്നുകൊണ്ട് നിൽക്കുവാൻ ആമേൻ ദൈവമായ കർത്താവ് പുത്രനെ ഈ താണലോകത്തിലേക്ക് അയച്ച ദൈവ കൃപ നിനക്ക് നിത്യ സൗഭാഗ്യത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ആമേൻ ഈ താണലോകത്തിലേക്ക് ദൈവപുത്രൻ ഇറങ്ങി വന്ന ദൈവ കൃപ. ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വ്യക്തികളോട് ചോദിക്കുക, ആമേൻ, സ്തോത്ര, പ്രത്യാശയില്ലാത്ത നിനക്ക് പ്രത്യാശ നൽകിയ, ദൈവത്തിൽ നകന്ന നിന്നെ ദൈവത്തോട് നിരപ്പിച്ച, ആമേൻ, നിനക്ക് വേണ്ടി പാപമറിയാത്തവന്റെ മേൽ പാപത്തിന്റെ ഭാരം ചുമത്തിയ ആ ദൈവത്തിന്റെ മഹാപ്രവൃത്തി, ആമേൻ, സ്തോത്രം, അതിനെ എത്ര നന്ദി പറഞ്ഞാൽ, എത്ര കൂടി നന്ദി പറഞ്ഞാൽ മതിയാകും. ഇന്ന് പകൽക്കാലം ഇത് കൃപയാകട്ടോ. നമുക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല, ആമേൻ, നമുക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല, നമ്മുടെ അയോഗ്യത കണക്കാക്കാതെ ദൈവം നമ്മളെ ആ കൃപയ്ക്ക് യോഗ്യരാക്കി പുതിയ സൃഷ്ടികളാക്കി തീർത്തു. എന്നിട്ട് പറയുക, നിങ്ങൾക്ക് 6-ാം അധ്യായം നമ്മുടെ കുറിവാക്യം, നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇന്ന് വചനം കേൾക്കുന്നവരെ, നമുക്ക് കൃപ ലഭിച്ചില്ലേ? ആ കൃപ വ്യർത്ഥമായി പോകരുത്. ഇനി കൃപയുടെ മറ്റു ചില തലങ്ങളിലേക്കൂടെ നമ്മൾ പോകാൻ പോകുക. ഇതെല്ലാം എങ്ങനെയാണ് നടന്നത് എന്നാണ് നമ്മൾ വേഗത്തിൽ ചിന്തിക്കുന്നത്. എല്ലാവരും എൻ്റെ കൂടെ വരണം. ഇന്ന് പകൽക്കാലം ഈ കൃപ, ആമേൻ, നമ്മളെ രക്ഷിച്ച ശക്തിയാണ്. എത്ര പേർക്ക് ഇന്ന് പകൽ സ്തോത്രം ചെയ്യാൻ പറ്റുക? ഇന്ന് പകൽ ആദ്യം നമ്മൾ ചിന്തിക്കുന്ന ഈ കൃപ എന്താണെന്ന്, ഇത് നമ്മെ രക്ഷിച്ചതാണ്. ആമേൻ, ആമേൻ. എഫ്-എസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം വേഗം എടുത്ത് വായിക്കണം. എഫ്-എസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം. ഈ കൃപ നമ്മളെ എങ്ങനെയാണ് രക്ഷിച്ചത് എന്നവിടെ എഴുതിയിട്ടുണ്ട്. വായിക്കാം. കേട്ടോ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും രക്ഷപ്പെട്ട ചരിത്രം, ആമൻ, അതിന്റെ പിന്നിൽ രഹസ്യം എന്താണെന്നറിയാമോ? അത് കൃപയാ. വിശ്വസിക്കുന്നവർക്ക് ആമൻ, ആമൻ, ഈ പകൽക്കാലം ഒന്ന് സ്തോത്രം ചെയ്യുക.
രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? ദൈവ കൃപയാൽ. ആമേൻ, സ്തോത്ര. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം ആമേൻ മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ആധാരമായിരിക്കുന്നത് ദൈവത്തിന് നമ്മോട് തോന്നിയ കൃപയാ. ഈ മനുഷ്യരെ, പാപികളും ദോഷികളുമായിരിക്കുന്ന മനുഷ്യരെ വിശ്വാസം കൊണ്ട് രക്ഷിക്കണം. എന്നിലുള്ള വിശ്വാസം കൊണ്ട്, ആമേൻ, ദൈവപുത്രനിലുള്ള ക്രൂശ് മരണത്തിലുള്ള ദൈവപുത്രനുള്ള വിശ്വാസം കൊണ്ട് ഇവരെ രക്ഷിക്കുവാൻ ദൈവത്തിന് തോന്നിയ കൃപയാണ്. ആമേൻ, നമ്മുടെ പ്രവൃത്തിയല്ല. ആമേൻ, ആ കൃപയ്ക്കായി ആമേൻ എത്ര പേര് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ കൃപ നമ്മളെ പുതിയ സൃഷ്ടിയാക്കി എന്ന് ആമേൻ 2 കൊരിന്ത്യർ 5:17 നമ്മൾ വായിക്കുന്നത് അല്ലെ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. എല്ലാം കൃപയാ പ്രിയപ്പെട്ടവരെ. ഇന്ന് പകൽക്കാലം മാറ്റം വരുത്തുന്നത് കൃപയാ. ഇന്ന് പകൽക്കാലം സമൂഹത്തിന് ആമൻ ഒരു ഗുണവുമില്ലാതിരുന്നവരെ, ആർക്കും മരിക്കാൻ പറ്റാതിരുന്നവരെ, ഒരാൾക്കും നേരെയാക്കാൻ പറ്റാതിരുന്നവരെ എത്രയോ ജനങ്ങൾ, എത്രയോ ജനലക്ഷങ്ങൾ ഇന്ന് പകൽക്കാല ക്രിസ്തുവിന്റെ വിനീത വിധേയദാസന്മാരായി ദൈവത്തെ സേവിക്കുന്ന അതിന് പരമയോഗ്യന്മാരായി നടക്കുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളും ആമൻ ഒരുപക്ഷെ ആമൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റും. ആമൻ, ദൈവദാസനെ, പാസ്റ്ററെ, എൻ്റെ ജീവിതം ആർക്കും ഗുണമില്ലാത്തതായിരുന്നു, എന്നെ ആർക്കും ഒതുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ആമൻ, ഞാൻ ഒതുങ്ങിയത്, ഞാൻ ദൈവസന്നിധിയിൽ വന്നത്, ആമൻ, ഞാൻ ഇന്ന് പ്രയോജനമുള്ള ഒരു ദാസനായി, ഒരു ദാസിയായി ഇരിക്കുന്നത് ആമൻ അവിടത്തേക്ക് എന്നോട് തോന്നിയ കൃപയാ. ഇന്ന് പകൽക്കാലം രക്ഷിക്കുന്ന ആ കൃപയ്ക്ക്, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ കൃപയ്ക്ക് ഈ പകൽക്കാലം എത്ര പേര് നന്ദിയോടെ സ്തോത്രം ചെയ്യുക? സ്തോത്രം ചെയ്ത് നന്ദിയോടെ മഹത്വം കരയറ്റുന്ന എത്ര പേരുണ്ട്? ജീസസ്, സ്തോത്രം. ഈ കൃപ നമ്മെ രക്ഷിക്കുന്നതാ. ഈ രക്ഷിച്ചു കഴിഞ്ഞാലും പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തോ വരും? പാപമൊക്കെ വരുന്നില്ലേ? അതോ ഒരു പാപവും വരില്ലേ? പാപവും തെറ്റുമൊക്കെ വരാറുണ്ട്, കുറവുകൾ വരാറുണ്ട്. പക്ഷെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഈ പറയാൻ പോകുന്ന വചനം തെറ്റിദ്ധരിക്കരുത്. നമുക്കൊരു വാക്യം വായിക്കാം. റോമർ 6:14 വായിച്ചേ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. സ്തോത്രം. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കൃപ അകത്തു പ്രാപിച്ച ദൈവ പൈതലിനെ കുറിച്ച് വചനം പറയുക. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. ഇന്ന് പകൽ കൃപ പ്രാപിച്ചവൻ അവൻ പാപത്തിന്റെ അടിമയായി ജീവിക്കേണ്ടവനല്ല. കാരണം അവൻ കൃപയാൽ പാപത്തെ അതിജീവിക്കുന്നവനാ. ഇന്ന് പകൽക്കാലം ദൈവം തരുന്ന കൃപയാൽ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നടക്കത്തക്കവണ്ണം പാപത്തിന്റെ മേൽ ജയം പ്രാപിക്കുവാൻ, അശുദ്ധിയുടെ മേൽ ജയം പ്രാപിക്കുവാൻ നിന്നെ സഹായിക്കുന്നത് നിന്റെ മിടുക്കല്ല, അവൻ നിന്റെ യോഗ്യതയല്ല. അവൻ ഇന്ന് പകൽക്കാലം അറിയണം, അവൻ ഒരു കൃപയാ. ഇന്ന് പകൽക്കാലം കർത്താവേ, ഇന്ന പ്രശ്നത്തെ അതിജീവിക്കാൻ, ഇന്ന പാപത്തെ അതിജീവിക്കാൻ എനിക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചാൽ അവൻ അടുത്തു ചെന്നാൽ കൃപ തരും കേട്ടോ. ഇന്ന് പകൽക്കാലം അടിമപ്പെടുത്തുന്ന ഏത് പാപമാണെങ്കിലും, ഏത് ദുശീലമാണെങ്കിലും ഇന്ന് പകൽ വിശ്വസിക്ക്, യേശു കർത്താവിന്റെ കൃപയാൽ അവൻ അതിനെ അതിജീവിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപ, ഈ കൃപ ധനമായി തരുന്ന ശക്തിയാണെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താൽ സ്തോത്രം, സ്തോത്രം. അപ്പൊ ഈ കൃപ ഓരോ ദിവസവും നമ്മളെ പാപത്തിൽ നിന്ന് അതിജീവിക്കാൻ, തെറ്റിനെ അതിജീവിക്കാനുള്ള കരുത്ത് പകരുന്നതാണെന്ന് ഇന്ന് രാവിലെ സ്തോത്രം ചെയ്ത് സമ്മതിക്കണം. അപ്പോൾ ഇത് എത്രമാത്രം അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് വ്യർത്ഥമായി പോവല്ലേ. ഇതിന് ഉപയോഗമില്ലാതിരുന്നാൽ നീ പാപത്തിന് അടിമപ്പെടും. സ്തോത്രം. ഇത് പറയുമ്പോൾ തന്നെ ഇതിനെ മറ്റൊരു സൈഡ്, അത് ഞാൻ പിന്നീട് താപ്പോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. തീത്തോസിൻ്റെ ലേഖനം നമുക്ക് എടുക്കാം. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. തീത്തോസ് 2:11-12 വേഗം വായിക്കാം. അവിടെ പറയുക, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ ഒരു കൃപ ഉദിച്ചതിനെ കുറിച്ച് പറയുക. ഒരാൾക്കാണോ? ഏതെങ്കിലും ചെറിയൊരു ഗ്രൂപ്പിനാണോ? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ആ ദൈവകൃപ എന്താണെന്ന് താപ്പോട്ട് പറയുക. സ്തോത്രം. ആ കൃപ എന്താണ് അവിടെ പറയുന്നു? നോക്കിക്കേ, ആ കൃപ നമുക്ക് എന്തോ കൊണ്ടുവരും?
ഭാഗ്യകരമായ പ്രത്യാശ. അത് നമ്മൾ വായിച്ചു. ഈ കൃപയെക്കുറിച്ച് വായിച്ചല്ലേ പൗലോസ് പറയുക, ഞങ്ങളുടെ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണി അല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഇവിടെ പറയുക, ഈ ഭാഗ്യകരമായ പ്രത്യാശ ഞങ്ങൾക്ക് എന്തോ കൊണ്ടുവരുന്നു? ഈ കൃപ ഞങ്ങൾക്ക് കൊണ്ടുവരുന്നത് ഭാഗ്യകരമായ പ്രത്യാശ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും. കണ്ടോ, ആ പ്രത്യാശയുടെ മഹത്വം പറയുക. മഹാദൈവവും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പൊ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന ഏതാ? ഇനി നിങ്ങൾ പറ, എത്രയും വായിച്ചിട്ട് ഏതാ ശിക്ഷിച്ചു വളർത്തുന്നത്? ഏതാ? അയ്യോ, ആകെ കൺഫ്യൂഷൻ അത്രയും വായിച്ചപ്പം. ഏതാ നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നത്? ഏതാ? അതിന്റെ തുടക്കം എന്ത് എഴുതിയിരിക്കുന്നത്? സകല മനുഷ്യർക്കും. വായിച്ചേ. എല്ലാരും കണ്ടോ? അപ്പൊ എന്തിനെ കുറിച്ചാ പറഞ്ഞുകൊണ്ട് വന്നത്? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. എന്നിട്ട് ആ ദൈവകൃപ എന്താണെന്ന് പറയുക. എന്തൊക്കെയാ അത്? കണ്ടോ, ആ ദൈവകൃപ എന്താന്ന് പറയാ? ഭാഗ്യകരമായ പ്രത്യാശയാണ്. യേശുക്രിസ്തുവിന്റെ വരവിന്റെ പ്രത്യാശയാണ്. ഈ പ്രത്യാശ നമ്മളെ എന്ത് ചെയ്യുന്നു? നമ്മളെ ശാസിച്ച് വളർത്തുന്നു. അപ്പൊ ഈ പ്രത്യാശ നമുക്ക് നൽകിയതാരാ? എന്തുവാ ഇത് കൊണ്ടുവന്നത്? ദൈവത്തിന്റെ കൃപയല്ലേ? കൃപയല്ലേ? അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സകല മനുഷ്യർക്കും രക്ഷാകരമായ കൃപ ഉദിച്ചുവല്ലോ. അപ്പൊ ഈ കൃപയാണ് ഇത് കൊണ്ടുവന്നത്. ഈ പ്രത്യാശ കൊണ്ടുവന്നത് ആരാ? കൃപ. അപ്പൊ കൃപ ശരിക്കും ആരാന്നറിയാമോ? ഈ കൃപ നമ്മളെ നടത്തുന്ന ഒരു നല്ല അധ്യാപകനാ. സ്തോത്രം, സ്തോത്രം. കൃപ പ്രത്യാശയെക്കുറിച്ച് പറയും. നീ പാപം ചെയ്യല്ലേ, നിനക്ക് ഭാഗ്യകരമായ പ്രത്യാശയുണ്ട്. മനസ്സിലായോ? കൃപ പറയും. സ്തോത്രം. ആ കൃപ ദൈവം നമ്മോട് സംസാരിക്കുന്നതാ. നിനക്ക് യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പോകാനുള്ള ആളാ. ആ പ്രത്യാശ കാണേണ്ട വ്യക്തിയാണ്. ആ പ്രത്യാശയിലേക്ക് കാത്തിരിക്കുന്ന ആളല്ലേ. നീ പാപം ചെയ്യാൻ പാടില്ല, നീ അധർമ്മം ചെയ്യാൻ പാടില്ല, കൃപയിൽ നിന്നോണം. അപ്പോൾ ഈ കൃപ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അധ്യാപകനെ പോലെ ശാസിച്ച് തിരുത്തി കൊണ്ടുപോകുന്ന കൃപയ്ക്ക് ഇന്ന് പകൽ എത്ര പേര് നന്ദി പറയും? യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. അതുകൊണ്ടാണ് പൗലോസ് ഞാൻ നിൽക്കുന്നത് കൃപയാലാ. ആ കൃപ എന്നെ നിർത്തിയിരിക്കുക, ദൈവത്തിൻ്റെ കൃപ. ആ കൃപയ്ക്കകത്താണ് ഈ ദൈവത്തിൻ്റെ ശബ്ദമൊക്കെ വരുന്നത്. അങ്ങോട്ട് പോകുന്നത് ആത്മാവിൻ്റെ ശബ്ദമൊക്കെ വരുന്നത് നിന്നോട് കൃപ തോന്നുമ്പോഴാണ്, ദൈവത്തിൻ്റെ കൃപ തോന്നുമ്പോഴാണ് ദൈവം നിന്നോട് ഇടപെടുന്നത്. ആശയം പിടികിട്ടിയോ? കൃപയില്ലെങ്കിൽ അങ്ങ് വിട്ടാ പോലെ, വിട്ടാൽ നീ ആ വഴിയെല്ലാം പോകത്തില്ലേ? പക്ഷെ ദൈവത്തിന് നിന്നോട് കൃപ തോന്നി നിന്നെ മടക്കി വരുത്തണം. അങ്ങനെ വിടാൻ പാടില്ല. നിന്നെ ശാസിക്കണം, നിന്നെ ഒരു തല്ല് കൊടുക്കണം, ഒരു ബാലശിക്ഷ കൊടുക്കണം. ആമൻ വഴി തെറ്റിപ്പോകുമ്പോൾ ദൈവത്തിന് നിന്നോട് കൃപ തോന്നുന്നത് കൊണ്ട് ചെവിക്കൊന്ന് പിടിക്കുന്നത് മനസ്സിലായവർക്ക് മാത്രം ഒന്ന് സ്തോത്രം ചെയ്യുക. ആമൻ നിന്നോട് ഇടപെടുന്നത്, വചനത്തിലൂടെ നിന്നോട് ഇടപെടുന്നത്. നിനക്ക് സങ്കടമൊക്കെ വരും, പക്ഷെ എന്നാൽ ഇടപെട്ട് നിന്നെ തിരുത്താൻ വേണ്ടിയ അത് കൃപയാ. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ആ കൃപയ്ക്ക് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഞാൻ ഇത്രയും പറയേണ്ടത് നിങ്ങൾക്കത് മനസ്സിൽ കയറിയില്ലെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ആ ഒരു പോയിന്റ് എനിക്ക് അത്രയും വിശദീകരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം കിട്ടിയത് എവിടുന്നാ? കൃപയാ. നമുക്ക് ലഭിച്ച ദൈവകൃപ ഒരു കാരണവശാലും വ്യർത്ഥമായി പോകരുത്. അത് വ്യർത്ഥമായി പോകരുതെന്ന് പറയാൻ കാരണം അതിന്റെ വില നിങ്ങൾ അറിയണം. വില അറിഞ്ഞെങ്കിലേ അത് പോകരുത് നിങ്ങൾക്ക് തോന്നുള്ളൂ. ആ വിലയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കൃപ രക്ഷിച്ച കൃപയാണ്, ഈ കൃപ നിലനിർത്തുന്ന കൃപയാണ്,
ഈ കൃപ ശാസിക്കുന്ന കൃപയാണ്. ആ കൃപ നിന്നിന്ന് പോയാൽ നീ തകരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി ഈ കൃപയാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ശക്തീകരിക്കുന്നത്, പ്രാർത്ഥിക്കാൻ ശക്തീകരിക്കുന്നത്, ആരാധിക്കാൻ ശക്തി നൽകുന്നത്, ദൈവത്തിനു വേണ്ടി എന്നാ ചെയ്യാനും അതിനെല്ലാമുള്ള കരുത്ത് പകരുന്നത് ഈ കൃപയാണെന്ന് വേദപുസ്തകം പറയുന്നു. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പൗലോസ് പറയാൻ, ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. വായിക്കാം. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായി പോയതുമില്ല. പൗലോസിന്റെ വാക്ക. ഇതേ പൗലോസ് ആമേൻ 2 കൊരിന്ത്യർ ലേഖനത്തില് ഇതേ കൃപയെക്കുറിച്ച് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. 2 കൊരിന്ത്യർ 12:9. കണ്ടോ, ജീവിതത്തിൽ പ്രതിസന്ധി വന്ന്, ശൂലം വന്ന്, അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യാതെ തകർച്ചയുടെ നടുവിലായിരിക്കുന്ന പൗലോസ് ദൈവത്തോട് അപേക്ഷിച്ചു, കർത്താവേ ഇതെന്നെ ഒന്ന് വിട്ട് നീങ്ങണം. ദൈവം തമ്പുരാൻ പറഞ്ഞു, പൗലോസേ മകനെ, എൻ്റെ കൃപ നിനക്ക് മതി. അതെന്ത് ചെയ്യും? എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. മോനെ, നിന്റെ രോഗം ഞാൻ മാറ്റത്തില്ല. നിന്റെ പ്രശ്നത്തിന് പരിഹാരം അല്ലേ ഇത് മാറുക എന്നുള്ളതല്ല, ഇതുള്ളപ്പോഴും നിനക്ക് സ്തോത്രം ചെയ്യാനും സ്തുതിക്കാനും എന്നെ ശുശ്രൂഷിക്കാനും സുവിശേഷവുമായി പോകാനുമൊക്കെ ഉള്ള കരുത്ത് തരുന്നതാ മകനെ ഇത്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കൃപ വ്യർത്ഥമായി പോയാൽ, നിന്റെ ജീവിതത്തിലൊരു പ്രശ്നം വന്നാൽ അതിൽ നീ അടിപ്പെട്ടു പോകുക. ഈ കൃപ നിനക്കില്ലെങ്കിൽ ഉണ്ടല്ലോ, ഒരു നിസ്സാര കേസ് വന്നാൽ മതി, നീ അവിടെ കൊണ്ട് തീരും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ അവൻ തന്ന കൃപ അത് വ്യർത്ഥമായി പോയില്ല. അവൻ്റെ കൃപ എനിക്ക് മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാനത് അംഗീകരിച്ച് ഏറ്റെടുത്തത് കൊണ്ട് എൻ്റെ ജീവിതത്തിലെ ബലഹീനതയുടെ മണ്ഡലങ്ങളിൽ, എൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങളുടെ മണ്ഡലത്തിൽ ഞാൻ വീണു പോകാതെ ആ പ്രശ്നത്തിന് നടുവിൽ, അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ ശുശ്രൂഷിച്ചു. കാരണം ഒരു ബലഹീനതയ്ക്കും താഴ്ത്തിക്കളയുവാൻ, എന്നെ ഒതുക്കി കളയുവാൻ കഴിയാതെ വണ്ണം അവൻ്റെ കൃപ എന്നെ ഉയർത്തിക്കൊണ്ടുവന്നു. ഇത് പകൽക്കാലം രാവിലെ വന്നപ്പോൾ വിഷമിച്ച് ദുഃഖിച്ച് പ്രാർത്ഥിക്കാൻ കഴിവില്ലാതൊക്കെ ഇരുന്നു. എന്നിട്ട് നീ ആ കൃപ ചോദിച്ചില്ല. ആ ബലഹീനതയിൽ അങ്ങ് ഇരുന്നു. പലരും അങ്ങനെ അങ്ങ് ഇരുന്ന് പോവുക അച്ഛാ, പലരും അങ്ങനെ അങ്ങ് തകരുക. പക്ഷെ ചിലര് ദൈവസ്ഥലം ചോദിക്കും, കർത്താവേ എനിക്കിന്ന് ക്ഷീണവും പ്രയാസമൊക്കെയാ, രോഗമാ, സാമ്പത്തിക പ്രശ്നങ്ങളാ, പ്രതികൂലങ്ങൾ ഒത്തിരിയുണ്ട്. കർത്താവേ എന്നാലും എനിക്ക് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ, ജീവിച്ചല്ലേ പറ്റുള്ളൂ, ശുശ്രൂഷിച്ചല്ലേ പറ്റുള്ളൂ, ആളുകളുടെ മുമ്പിൽ നിന്നല്ലേ പറ്റുകയുള്ളൂ. അതിന് എനിക്കൊരു കൃപ വേണം. എൻ്റെ കൃപ നിനക്ക് മതി. അതെന്ത് ചെയ്യുന്നു? ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ ഈ ദൂത് കൈമാറ്റം ചെയ്യുകയാ. ഇത് നിന്നെ നിലനിർത്തുന്നതാ. ഇതില്ല നീ തീർന്നു. ഒരു ചെറിയ പ്രശ്നം മതി നീ തീരാൻ. ഇതൊരു വിശ്വാസിയെ നിലനിർത്തുന്ന അച്ഛാ. ഏത് രോഗത്തെ അതിജീവിക്കാനുള്ള കരുത്ത് പകരുന്നതാ. ഏത് പ്രശ്നത്തെ നേരിടാൻ കൃപ ഉണ്ടെങ്കിൽ നടക്കുവച്ചാ. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ പൗലോസ് പറയുക, എനിക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുക. എൻ്റെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലോ ഈ കൃപ വരുന്നത് കൊണ്ട് എൻ്റെ അകത്തുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഈ വചനം മനസ്സിലായി? അതുകൊണ്ടാണ് പൗലോസ് വളരെ വേദനയോടെ പറയുന്നത്, അയ്യോ നിങ്ങളുടെ കൃപ നഷ്ടമാക്കല്ലേ, ഈ കൃപ നഷ്ടമാകരുത്, ഈ വ്യർത്ഥമായി പോകല്ലേ. ഇത് വ്യർത്ഥമായി പോയാൽ നീ തീർന്നു. അപ്പൊ ഞാൻ ആദ്യത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. കൃപ എന്താണ്? അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ മൂല്യം എന്താണ്? അല്ലേ, അത് തിരിച്ചറിഞ്ഞെങ്കിലേ അതിനെ എന്ത് ചെയ്യുള്ളൂ? ആൾക്കാർ സൂക്ഷിക്കുകയുള്ളൂ, നഷ്ടപ്പെടുത്താതിരിക്കുകയുള്ളൂ. ഇന്ന് പകൽ നഷ്ടപ്പെടുത്തുന്ന എന്തുകൊണ്ടെന്നറിയാമോ? ഈ കൃപയുടെ ഡെഫിനിഷൻ തന്നെ ആൾക്കാർക്ക് അറിയാം. എന്താ? അർഹതയില്ലാത്ത സ്ഥാനത്ത് പകരുന്ന ദൈവത്തിൻ്റെ ദാനമല്ലേ. അപ്പം അർഹതയില്ലേലും അങ്ങ് പകർന്നോളുമല്ലോ. ഇത് ചുമ്മാ കൊട്ടക്കണക്കിന് കൊണ്ട് ഇടുന്നതല്ലേ.
സ്തോത്രം. ഇത് ചുമ്മാ ആൾക്കാർക്ക് കൊടുക്കുന്നതല്ലേ, ആർക്കും കൊടുക്കും. ഇത് വിലയില്ലാത്തതാണെന്ന ചിന്ത, എല്ലാവർക്കും ഇഷ്ടം പോലെ കിട്ടും, കൊണ്ട് കളഞ്ഞാലും കുഴപ്പമില്ലെന്ന ചിന്ത ഇന്ന് വലിയ അപകടമാണ് കേട്ടോ. ഇത് ഭയങ്കര വിലയുള്ളതാ, ഭയങ്കര മൂല്യമുള്ളതാ. അത് കിട്ടിയത് നിന്റെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. അത് കിട്ടിയ നീ അത് വ്യർത്ഥമാക്കി കളയല്ലേ. പ്രാർത്ഥിക്കാൻ ഒരു കൃപ ദൈവം അകത്ത് തന്നിട്ടുണ്ടെങ്കിൽ അനേകർക്ക് അവൻ ആഗ്രഹിച്ചിട്ടും കിട്ടാത്ത ഭാഗ്യമാ തമ്പുരാൻ നിന്റെ മേൽ ചൊരിഞ്ഞതെന്ന് എത്ര പേർക്ക് ഇന്ന് പകൽ മനസ്സിലായി. അവൻ യേശു ദൈവപുത്രനാണെന്ന സത്യം അനേകരുടെ കണ്ണിന് മറഞ്ഞു കിടക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ ഏകപുത്രനാ, അവനെന്റെ രക്ഷകനാ, അവനെന്റെ പാപത്തിന് വേണ്ടി മരിച്ചു. ആമൻ. അതൊക്കെ അറിയാനും വിശ്വസിക്കാനും ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ തിരിച്ചറിയാൻ ലഭിച്ച ഈ കൃപ എത്ര വലുതാണെന്നറിയാമോ? സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ഈ കൃപയെ നിങ്ങൾ എന്ത് ചെയ്യരുത്? വ്യർത്ഥമാക്കരുത്. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ കൃപ വ്യർത്ഥമാകുന്നത്? അവിടെ അറിയണ്ടേ? സീരിയസ് ആയിട്ടിരിക്കുന്നുണ്ടോ? ഉണ്ടോ? സന്തോഷമുണ്ടേ? സ്തോത്രം ചെയ്താട്ട്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് വ്യർത്ഥമാകുന്നത്? ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. നമുക്കറിയാം, യേശു കർത്താവിൻ്റെ കൂടെ 3.5 വർഷം കൂടെ നടന്നയാളാണ് യൂദ, അല്ലേ? ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു, എല്ലാം വന്നതാ. പക്ഷേ 3.5 വർഷം കൂടെ നടന്നിട്ടും അത്ഭുതങ്ങൾ കണ്ടിട്ടും അടയാളങ്ങൾ കണ്ടിട്ടും വീര്യപ്രവൃത്തികൾ കണ്ടിട്ടും അവനൊരു മാറ്റവും ഉണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ തകർന്നു. ഇന്ന് പകൽക്കാലം ജീവിതത്തിന് മാറ്റമില്ലാതെ നമുക്കിതിനകത്ത് വന്നിരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചില്ലേ? ഇന്ന് രാവിലെ വെള്ളിയാഴ്ച പകൽക്കാലം ഇതിനകത്ത് വരാനുള്ള ഭാഗ്യം, അതൊരു കൃപയാ. ഈ വചനം കേൾക്കാനുള്ള ഐശ്വര്യമായ കൃപ, അല്ലേ? ഈ സത്യം തിരിച്ചറിയാനുള്ള കൃപ. ഇത് കേട്ടും അറിഞ്ഞും കണ്ടും മനസ്സിലാക്കിയും അതിനനുസരിച്ചുള്ളൊരു മാറ്റം, അതിനനുസരിച്ചുള്ള വ്യതിയാനം അകത്ത് വരുത്താനുള്ള ആഗ്രഹമില്ലെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്നതും പ്രാപിച്ചതുമൊക്കെ നഷ്ടമാക്കുക. സ്തോത്രം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഹൃദയം മാറാതെ, അവൻ്റെ ഹൃദയത്തിനകത്ത് മാറ്റമില്ലായിരുന്നു. കൂട്ടായ്മയിലെല്ലാം അവൻ വരികയും ചെയ്യും. എല്ലായിടത്തും ഇല്ലായിരുന്നോ? എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ ഹൃദയത്തിനകത്ത് എന്തോ ഇല്ല, വ്യത്യാസം ഇല്ല. നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് വസിക്കട്ടെ. ഈ കൃപ, ഇങ്ങനെ ഒരു കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മാക്സിമം വളരാൻ നോക്കണം. പ്രാപിച്ച കൃപയിൽ വളരാൻ നോക്കണം. ഇതിനകത്തൊരു സത്യമുണ്ടെന്ന് അറിഞ്ഞില്ലേ? ഈ സത്യത്തിൻ്റെ അങ്ങേ എത്താവുന്നിടത്തോളം എത്തണം. സ്നേഹിക്കാവുന്നിടത്തോളം സ്നേഹിക്കണം. അറിയാവുന്നിടത്തോളം അറിയണം. ഹൃദയത്തിനകത്ത് വ്യത്യാസമുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ഈ കൃപ, നേരത്തെ ഞാൻ പറഞ്ഞു, ഈ കൃപ ഉള്ളവര് പാപത്തെ എന്ത് ചെയ്യും? ജയിക്കും. പാപത്തെ അതിജീവിക്കാനുള്ള കൃപ ദൈവം തരും. നമ്മൾ ചിന്തിച്ചില്ലേ? എന്നാൽ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കൃപ പാപം ചെയ്യാനുള്ള ലൈസൻസ് ആക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ മഹാകൃപയെ എന്ത് ചെയ്യുന്നു? പാപം ചെയ്യാനുള്ള ലൈസൻസ് ആക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, വേഗം വായിച്ച്. ആകയാൽ നാം എന്തു പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി എങ്ങനെ അതിൽ ജീവിക്കുന്നത്? പൗലോസിന്റെ ചോദ്യമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃപയാണ്. ദൈവം ക്ഷമിക്കും, അല്ലേ? ദൈവം ക്ഷമിക്കും. അതുകൊണ്ട് ഈ കൃപയെ പാപം ചെയ്യാനുള്ള ലൈസൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇത് കൃപാകാലമാണ്, കൃപായുഗമാണ്. അതുകൊണ്ട് എന്തു ചെയ്താലും സ്തോത്രം പറഞ്ഞങ്ങ് ഏറ്റുപറഞ്ഞാൽ ദൈവം ക്ഷമിച്ചോളും. അങ്ങനെ ഈ കൃപയെ, അല്ലേ, തങ്ങളുടെ ജീവിതത്തിൻ്റെ ഇഷ്ടത്തിനും ജഡത്തിൻ്റെ താല്പര്യത്തിനും ഉപയോഗിക്കുന്നവരുണ്ട്. അവരറിയേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ലഭിച്ച ഈ കൃപയെ നിങ്ങൾ വ്യർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാ. നിങ്ങളുടെ ജീവിതത്തെ പണിയുന്ന ഈ കൃപ, നിങ്ങളെ ആത്മീകമായി വളർത്തുന്ന കൃപ, ദൈവത്തോട് ചേർത്ത് നിർത്തുന്ന കൃപയെ നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത്.
സ്തോത്രം. എബ്രായ ലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അടുത്ത കാര്യമാണ് 11-ാമത്തെ വാക്യം. എബ്രായർ 5:11 വായിച്ചേ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരാൻ വിഷമമാകുന്നു. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കും. നിങ്ങൾ വീട്ടിൽ പോയി ഇനി വായിച്ചാൽ മതി. നോക്കിയ കട്ടിയായതൊന്നും കഴിക്കാതെ പാല് മാത്രം കൂടി എന്ന് പറഞ്ഞാൽ ആത്മിക വളർച്ചയില്ല. എന്ന് വെച്ചാൽ ഈ പ്രാപിച്ച കൃപയനുസരിച്ച് ഓരോ ദിവസവും എന്ത് ചെയ്യണമായിരുന്നു? ഇവരെ വളരണമായിരുന്നു. കൃപ വളരാൻ വേണ്ടിയല്ലേ? പക്ഷെ ഈ കൃപ ഇവർ വളരാൻ വേണ്ടിയല്ല ഉപയോഗിച്ചത്. ഇവർ പാപം ചെയ്യും, വീണ്ടും പോയി എന്ത് ചെയ്യും? കൃപയ്ക്ക് വേണ്ടി ചോദിക്കും, കർത്താവ് കൃപ കൊടുക്കും. പിന്നെയും പോയി പാപം ചെയ്യും, കൃപ പ്രാപിക്കും. പക്ഷെ പാപത്തെ അതിജീവിക്കാനുള്ള കൃപ കിട്ടിയില്ല. അത് ചോദിച്ചില്ല. കാരണം നിരന്തരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? എത്ര പേർക്ക് മനസ്സിലായി? ഇല്ല, ഞാൻ ചെയ്തത് തെറ്റാണ്, ദൈവം എന്നോട് ക്ഷമിച്ചതാണ്, ദൈവം ആ കാര്യത്തിൽ എനിക്ക് വാൺ ചെയ്തതാണ്, ഇനി അത് ചെയ്യത്തില്ല, അതിനെ ഞാൻ അതിജീവിക്കും. പോയി വരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് അതിനെ മേലെ ജയമെടുക്കണ്ടേ? അത് ചെയ്യാതെ പിന്നെയും അത് ചെയ്യുക. ഇപ്പം എന്തായി? വളരുന്നില്ല. സ്തോത്രം. ഇപ്പോഴും അല്ലെ ദേഷ്യം വന്ന പഴയ വർത്തമാനം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴും ദേഷ്യം വന്നാൽ ചിലപ്പോൾ ചോദിക്കും, എൻ്റെ പഴയ സ്വഭാവം എന്താ കാര്യം? ആ പഴയ സ്വഭാവത്തെ ജയിക്കാനുള്ള കൃപ പ്രാപിച്ചില്ല. ഇത് മനസ്സിലായവർ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്ര. കൃപ ഇവിടെ ധാരാളം ഉണ്ടായിരുന്നു. പുതിയ സൃഷ്ടിയാക്കാനുള്ള എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട്. പക്ഷേ അത് പ്രാപിക്കാതെ ആ കൃപയെല്ലാം വ്യർത്ഥമാക്കി തീർത്തപ്പോൾ ഇപ്പോഴും ശിശുക്കളെ പോലെ ആത്മികമായി വളരാനില്ലാതിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം അറിയണം. അയ്യോ, ലഭിച്ച കൃപയെല്ലാം പാഴാക്കി. ഇന്ന് പകൽക്കാലം ഈ ദൂത് ആത്മാവിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒന്ന് സമ്മതിക്കണം. കർത്താവേ, ഇനി ഞാൻ ഈ കൃപ പാഴാക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ആത്മീയ വളർച്ച ഉണ്ടാകണം, എനിക്കൊരു ആത്മീയ മുന്നേറ്റം ഉണ്ടാകണം. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം. എബ്രായർ 12:14 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. വായിക്കാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എല്ലാവരും കണ്ടോ? ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്ന വലിയൊരു കൃപയാ ശുദ്ധീകരണത്തിൻ്റെ കൃപ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരാളോട് ക്ഷമ പറയാൻ, ഏറ്റുപറയാൻ, നിരപ്പാകാൻ നമ്മുടെ ഈഗോ അല്ലേ സമ്മതിക്കത്തില്ല. നമുക്ക് താഴാൻ മടിയാണ്. പക്ഷേ സമാധാനം പ്രാപിച്ചെങ്കിലേ എന്തോ ഉണ്ടാവുള്ളൂ? ശുദ്ധീകരണം ഉണ്ടാവുള്ളൂ. നിനക്ക് ഈഗോ ഉണ്ടെന്നും പറഞ്ഞ്, നിനക്ക് താഴാൻ മനസ്സില്ല എന്നും പറഞ്ഞ് നീ അതിനും മെനക്കെട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് അനുസരിച്ചില്ലെങ്കിൽ നിനക്കെന്തോ ഉണ്ടാകില്ല? വചനം സത്യമാണോ? ശുദ്ധീകരണം ഉണ്ടാകുകയല്ല. ശുദ്ധീകരണം ഉണ്ടായില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ എഴുതിയേക്കുന്നത് ശുദ്ധീകരണം കൂടാതെ ആരും പൊന്നച്ച തീർന്നു. സ്തോത്രം. പാടിയതും ആരാധിച്ചതും ഒക്കെ വെറുതെ. ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണാൻ പറ്റില്ല. അപ്പോൾ എന്താ ചോദ്യം? നമ്മുടെ ഈഗോ നമ്മുടെ ഞാൻ വലിയ ആളാണെന്നുള്ള ഭാവം, എനിക്ക് താഴാൻ മടിയാണ്, എനിക്കൊരു ക്ഷമ പറയാൻ ഞാൻ പൊക്കി വച്ചിരിക്കുന്ന എൻ്റെ എല്ലാ നമ്മളങ്ങ് തീരെ താഴ്ന്നു പോവും. അപ്പം ഈ സാധനം ഇരിക്കുന്ന കാലത്തോളം എനിക്കെന്തോ ഉണ്ടാവത്തില്ല? ശുദ്ധീകരണം ഉണ്ടാകത്തില്ല. അപ്പം ഈ ശുദ്ധീകരണം പ്രാപിക്കാതെ എനിക്ക് ദൈവത്തെ വിട്ട്
കാണാനും പറ്റില്ല. അപ്പോൾ ഇത്ര നാൾ ഇതകത്തിരിക്കുന്ന കാലത്തോളം, നിരപ്പാകാത്ത കാലത്തോളം ഞാൻ ആരെ കണ്ടിട്ടില്ല? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ. അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? കർത്താവേ, എനിക്ക് താഴാൻ എൻ്റെ വ്യക്തിത്വം വെച്ച്, അല്ലെങ്കിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ ഇത് വെച്ചിട്ട് എനിക്ക് താഴാൻ എനിക്ക് ഇച്ചിരി മടിയുണ്ട്. പക്ഷേ ഞാനത് നിരപ്പായില്ലെങ്കിൽ ശുദ്ധീകരണം ഉണ്ടാവില്ല. കർത്താവേ, അപ്പോൾ എനിക്ക് എന്താ വേണ്ടേ? എനിക്ക് എന്തോ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. എനിക്കതിനുള്ളൊരു കൃപ കിട്ടിയേ പറ്റുള്ളൂ. എത്ര പേര് ആമേൻ പറയും? എനിക്കൊന്ന് ക്ഷമിക്കാൻ കൃപ കിട്ടിയേ പറ്റൂ. എനിക്കൊന്ന് താഴാനുള്ള കൃപ കിട്ടിയേ പറ്റൂ. എൻ്റെ സ്വന്തം പരിപാടി നടക്കത്തില്ല. എത്ര പേര് ദൂതേറ്റെടുക്കണം? എല്ലാവരും ഏറ്റെടുക്കണമേ. സ്തോത്രം, സ്തോത്രം. അതിന് കൃപ വേണം. പോയിരുന്നു പ്രാർത്ഥിക്കണം. സ്തോത്രം, സ്തോത്രം. ദൈവം കൃപ തരും, കൃപ തരും. നീ അത് ചോദിച്ചില്ല, അതുകൊണ്ട് ആ കൃപ വ്യർത്ഥമായി. നീ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പോയി ചോദിച്ചേ, ദൈവം കൃപ തരും. ഇന്ന് ചോദിക്കാമോ? നിന്റെ ഈഗോ ഒന്ന് ഇടിക്കാനുള്ള കൃപ. എത്ര പേര് ഇന്ന് പകൽ ചോദിക്കും ദൈവത്തോട്, കർത്താവേ, എൻ്റെ അഹന്ത ഒന്ന് ഇടിച്ചു കളയാനുള്ള കൃപ. സ്തോത്രം, സ്തോത്രം. താഴാനുള്ള മനസ്സില്ലായ്മയെ ഒന്ന് ഇടിച്ച് തകർക്കാനുള്ളൊരു കൃപ ഇന്ന് പകൽക്കാലം എൻ്റെ അകത്ത് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നവരുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കൃപ പകരുകയാ. ആ കൃപ പകർന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആമൻ പാപമേറ്റു പറയാ, ആമൻ കുറ്റമേറ്റു പറയാ, ആമൻ നമുക്കിടയാകുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവിടെയാ ശുദ്ധീകരണം പൂർണ്ണമാകുകയും ആമൻ നീ ദൈവത്തെ കാണുകയും ചെയ്യുന്നത്, ദൈവാനുഭവം നിന്റെ അകത്തുണ്ടാകുന്നത്, ദൈവത്തിന്റെ കൃപ നിന്നിലേക്ക് ഇറങ്ങി വരുന്നത്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ആത്മസന്തോഷത്തിലേക്ക് നീ പോകുന്നത് അപ്പോഴാ. ജീസസ്. അപ്പൊ കൃപ വ്യർത്ഥമാക്കുന്നത് ആരാ? എപ്പോഴാ? ശുദ്ധീകരണം പ്രാപിക്കാതെ നമ്മളിങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ. സ്തോത്രം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പ്രസംഗിച്ച കാര്യമാണ് അടുത്ത കാര്യം. അതായത് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപകൾ, വരങ്ങൾ, താലന്തുകൾ, അത് വ്യാപാരം ചെയ്യാതിരിക്കുന്നത് കൃപ നമ്മൾ വ്യർത്ഥമാക്കുന്നതിന് തുല്യമാണ്. താലന്തുകൾ ദൈവം തന്ന കൃപയാലാണ് ഇതെല്ലാം കിട്ടിയത്, അല്ലേ വെച്ചാൽ? അത് താലന്ത് ദൈവം തന്ന എല്ലാ ദാനങ്ങളുമാണ്. നമ്മുടെ കഴിവുകളാണ്. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന കൃപാവരങ്ങളാണ്. ദൈവം നമുക്ക് നൽകുന്ന സമ്പത്താണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്, നമ്മുടെ കുടുംബമാണ്. ഇതെല്ലാം ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന താലന്തുകളാണ്. ഈ താലന്തുകൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ആമൻ വ്യാപാരം ചെയ്യാതെ ഒന്നും നേടിയവൻ അത് മണ്ണിൽ കുഴിച്ചിട്ടു. ഓർമ്മയുണ്ടോ? ഇന്ന് പകൽക്കാല അവൻ ഈ ഭൂമിയിൽ ഈ ഭൗമിക കാര്യങ്ങളിൽ ഏർപ്പെട്ട് അതിനകത്ത് കുഴിച്ചിട്ടു. തീർന്നില്ല. അവിടെ മണ്ണ് സൂചിപ്പിക്കുന്നതിന്റെ ജഡമാ. അവൻ തന്റെ ജഡത്തിനകത്ത്, തന്റെ ചെടിക ചിന്തയ്ക്കകത്ത്, അഹന്തയ്ക്കകത്ത് താലന്തുകൾ മറഞ്ഞുപോയി. ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുകയാ, സ്തോത്രം. ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ കൃപയോടെ വ്യാപാരം ചെയ്തില്ലെങ്കിൽ, ദൈവം നൽകിയ താലന്തുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ അവ നഷ്ടമാകുക. ജീസസ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ, സമയമില്ല. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന കൃപ വ്യർത്ഥമാക്കുക. ആത്മാവാ നമുക്ക്, അല്ലേ? കൃപയാലാണ് നമുക്ക് ഈ ആത്മാവിനെ ലഭിച്ചത്. സ്തോത്രം. അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. സ്തോത്രം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം വ്യർത്ഥമാക്കുന്നത് സംബന്ധിച്ചുണ്ട്. ഒരു കാര്യം കൂടെ പറയാം, ഇതെങ്ങനെ വ്യർത്ഥമാകാതിരിക്കണം. ഞാൻ ആ പോയിന്റുകൾ മാത്രം പറഞ്ഞേക്കാം കേട്ടോ, വിശദീകരിക്കുന്നില്ല. ഒന്ന് നമ്മളെ ഈ ദിവസങ്ങളിൽ ദൈവമായിട്ടുള്ള അടുപ്പം ഒന്ന് നേരെയാക്കണം. ഈ അടുപ്പമില്ലാതിരുന്നാൽ ഈ കൃപയുണ്ടല്ലോ ചോർന്നു പോകും. കൃപ ചോർന്നു പോകുവച്ചാ. സ്തോത്രം. ഒരുവൻ എന്നിൽ വസിച്ചാൽ അവൻ വളരെ ഫലം കായ്ക്കുമെന്ന, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഈ ജഡത്തിലെ നടപ്പൊന്ന് ഒഴിവാക്കണം. സ്തോത്രം. ആത്മാവിൽ നടക്കണം, അല്ലേ? ദൈവാത്മാവിൽ നടക്കുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. അതുപോലെ നമ്മൾ ഈ ദൈവവചനം വളരെ സീരിയസ് ആയിട്ടൊന്ന് പരിഗണിക്കണേ. അപ്പോഴേ നമ്മുടെ, അല്ലേ, കൃപ. പലപ്പോഴും ഈ വചനം ആളുകളുടെ പോകുന്നത്, ഈ വചനത്തിനൊന്നും ഒരു വിലയില്ല.
വചനം ഇങ്ങനെ എത്ര ഇടപെട്ടാലും അതിനോടൊരു റെസ്പോൺസ് വളരെ കുറവാണ്. അവിടെ തന്നെ നിങ്ങളുടെ കൃപ നഷ്ടമാകുക. സ്തോത്ര വചനത്തോട് വളരെ സീരിയസ് ആയിട്ടൊരു ഇൻട്രാക്ഷൻ നിങ്ങൾക്കുണ്ടാകണം. വചനം കേട്ടാൽ ആമൻ മാറേണ്ട സ്ഥാനത്ത് മാറണം, അനുദപിക്കേണ്ട സ്ഥാനത്ത് അനുദപിക്കണം, മടങ്ങി വരേണ്ട സ്ഥാനത്ത് മടങ്ങി വരണം, ഏൽപ്പിക്കേണ്ട സ്ഥാനത്ത് ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ വചനത്തെ നിങ്ങൾ കൃത്യമായി ഒന്ന് പാലിക്കാമെങ്കിൽ സ്തോത്രം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ ജീവിതത്തിന് കുറച്ച് സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കുറച്ചുകൂടെ മുൻതൂക്കം കൊടുക്കണം കേട്ടോ. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന? കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, ഭൗതിക കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയൊന്നും അല്ല കേട്ടോ. ആത്മമണ്ഡലത്തിലെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ, ദൈവത്തോട് അടുക്കുന്നതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ, ആമൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനുള്ള കൃപയ്ക്കായി ആമൻ പ്രാർത്ഥനയിൽ ആത്മീക കാര്യങ്ങളിൽ നിങ്ങളൊന്ന് മുൻതൂക്കം കൊടുത്തൊന്ന് ഫോക്കസ് ചെയ്താൽ ഈ ദിവസങ്ങളിൽ ആമൻ ദൈവം നിങ്ങളിൽ പകർന്നിരിക്കുന്ന കൃപ വ്യർത്ഥമായി പോകില്ല. സ്തോത്രം. ഓരോ ദിവസവും വിശുദ്ധിയിൽ നടക്കണം, പാപം ഏറ്റുപറയണം, ചെറുതോ വലുതോ എന്തുമാകട്ടെ അന്നന്ന് ആമൻ സ്തോത്രം ഓർക്കുമ്പോൾ അപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് വചനം നിങ്ങളെ പറയുന്നു. ഇന്ന് പകൽക്കാലം അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പകർന്ന കൃപ വ്യർത്ഥമായി പോകത്തില്ല. പത്രോസിൻ്റെ മേൽ വലിയ കൃപയൊക്കെ പകർന്ന് കൊണ്ടുവന്നു. പക്ഷേ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാം, തള്ളിപ്പറഞ്ഞവൻ മടങ്ങി വന്നില്ലേ? പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ശക്തിയോടെ കൃപയിൽ നിന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഇന്ന് പകൽ നമുക്കിതൊരു വലിയ അനുഗ്രഹമാണ്, ആശ്വാസമാണ്. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ നഷ്ടമാക്കിയ ദൈവകൃപ, ഞങ്ങളുടെ മേൽ പകർന്ന കൃപ ഞങ്ങൾ വ്യർത്ഥമാക്കിയത് ഇന്ന് പകൽ ഏറ്റുപറയുക, ഞങ്ങളെ വീണ്ടും ഒന്ന് ഉപയോഗിക്കണമേ, ഞങ്ങൾ വീണ്ടും ഒന്ന് ഉപയോഗിക്കണം. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. നമുക്കിന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന കൃപ, പ്രാർത്ഥിക്കാനൊക്കെ കൃപ പകർന്നതാച്ചാ, ആ കൃപ കൂടുതൽ പ്രാപിക്കണം വെച്ചാ, ആമൻ കൃപ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ കൃപ കൊടുക്കുമെന്ന ആമൻ കൂടുതൽ കൃപ. ഇന്നലെ വരെ ദൈവം പകർന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കാതെ ഉപയോഗിച്ചാൽ പ്രാർത്ഥിക്കാൻ ലഭിച്ച കൃപ, ആരാധിക്കാൻ ലഭിച്ച കൃപ, വചനം വായിക്കാൻ ലഭിച്ച കൃപ, ആമൻ വചനം സംസാരിക്കാൻ ലഭിച്ച കൃപ, ആമൻ സ്വത്രം ഏത് കാര്യത്തിന് ദൈവം കൃപ തന്നോ അത് ഉപയോഗിച്ചാൽ അത് വർദ്ധിച്ചു വരുവാനിടയായി തീരാം. അവൻ ഇന്ന് പകൽക്കാലം ആ കൃപ നഷ്ടമാക്കി കളയാതെ ഇന്ന് പകൽക്കാലം അത് വർദ്ധിച്ചു വരട്ടെ. നമ്മളെല്ലാവരും സകല കൃപകളിലും ആമൻ നമ്മളെ പെരുക്കുവാൻ, നമ്മളെ അനുഗ്രഹിക്കുവാൻ ഈ ദൈവം എത്ര വിശ്വസ്തനാ. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ച് അല്പ നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, കൃപയാല ഞങ്ങൾ അങ്ങേ അറിഞ്ഞത്, കൃപയാല ഞങ്ങൾ ജീവിക്കുന്നത്, ഈ കൃപയാല നിന്റെ ആമൻ അടുത്ത് ഞങ്ങൾ വന്നത്, ഈ കൃപയാല ഈ വചന സത്യം ഞങ്ങൾക്ക് വെളിപ്പെട്ടത്, ഈ കൃപയാല ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത്, ഈ കൃപയാല ഞങ്ങൾ നിലനിൽക്കുന്നത്. കൃപയെ നിങ്ങൾ വില കുറിച്ച് ഇന്ന് പകൽക്കാലം കാണല്ലേ. ആമൻ നമ്മൾ കൃപയെ പാപത്തിന് മറയാക്കല്ലേ. ഇന്ന് പകൽക്കാലം ദൈവജനോട് ചോദിക്കുക, നിന്റെ മേൽ ഞാൻ പകർന്ന കൃപ എവിടെ? അവൻ നിന്റെ മേൽ ഞാൻ തന്ന കൃപ എവിടെ ഞാൻ നിന്റെ മേൽ പകർന്ന കൃപ? ഇന്ന് പകൽക്കാല ആമൻ സ്വതന്ത്രം അതിന് നീ ഉത്തരവാദിത്വം പറഞ്ഞേ പറ്റുകയുള്ളൂ. ഞാൻ നൽകിയ അഭിഷേകത്തിന്റെ കൃപ എവിടെ? പ്രാർത്ഥന വരം എവിടെ? ആമൻ ആരാധനയ്ക്ക് ഞാൻ തന്ന കൃപ എവിടെ? അവൻ ഇന്ന് പകൽ ആത്മാവ് നിന്നോട് ചോദിക്കുകയാ. ശാരദന ജഗരഘടക പൗലോസ് പറഞ്ഞതുപോലെ ആമൻ ഞാൻ ആകുന്നത് കൃപയാൽ, അവൻ എന്റെ മേൽ പകർന്ന കൃപ അത് വ്യർത്ഥമായതുമില്ലെന്ന് പറയാൻ ഈ ദൈവസഭയിൽ എല്ലാവർക്കും ദൈവ കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.